നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തേനീച്ച കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ തേനിൻ്റെ സീസൺ എല്ലാം കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് ഭയങ്കരമായ മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കർഷകർക്ക്, തേനീച്ച കർഷകർ ഇപ്പോൾ വിചാരിച്ച രീതിയിലുള്ളൊരു തേൻ കിട്ടിയില്ലെന്നാണ് മൊത്തത്തിൽ പൊതുവേ ഉള്ള ഒരു അഭിപ്രായം. പക്ഷേ എനിക്ക് എന്നിരുന്നാലും ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് അടുത്തുവരെയൊക്കെ തേൻ കിട്ടിയിട്ടുണ്ട്. കാര്യം എനിക്ക് കുറച്ച് പച്ചക്കറി കൃഷിയും കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും അവർക്ക് പൂക്കൾ ശേഖരിക്കാനൊക്കെ ഉള്ള ഒരു എളുപ്പമാർഗമുണ്ട്. റബ്ബറിനെ മാത്രം ആശ്രയിച്ചല്ലാത്ത രീതിയിലാണ് നമ്മുടെ തേനീച്ച കൃഷി. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറി ഉണ്ട്. അതുപോലെ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഞാൻ നിറയെ തേനീച്ച പെട്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫുൾ ടൈം തേൻ എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. അപ്പോൾ മഴ സമയമൊക്കെ ആയിരുന്നു. മഴ ഒക്കെ ഏകദേശം ഇപ്പോഴും മഴ സീസണാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ സൂപ്പറൊക്കെ എടുത്തു മാറ്റി പെട്ടിയെല്ലാം വൃത്തിയാക്കണം. അതുപോലെ തന്നെ അവർക്ക് ഫീഡ് കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പെട്ടി ഒന്ന് തുറന്ന് നോക്കാം, എന്താണ് നമ്മുടെ പെട്ടിയുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പെട്ടി എന്തായാലും തുറക്കാം. ഞാനിപ്പോൾ രാവിലെ 1-2 പെട്ടിയൊക്കെ തുറന്ന് നോക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും എന്തായാലും ഈ ഒരു പെട്ടി നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നേരത്തെ 3 സൂപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആദ്യ ഇത് കഴിഞ്ഞ സമയം, മഴ വന്ന സമയമായപ്പോഴത്തേക്കും നമ്മൾ ഒരു സൂപ്പർ ഒഴിവാക്കിയായിരുന്നു. എന്തായാലും പുറത്തൊക്കെ കുറേ ഈച്ച ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ 1-2 പെട്ടിയൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടി തുറന്നപ്പോൾ ഈച്ച ഒരുപാട് പുറത്തുണ്ട്. എന്തായാലും നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തേൻ ഉണ്ടാവാനാണ് സാധ്യത. എടുക്കാനുള്ളൊരു ചെറിയ പ്രയാസമുണ്ട്. മുകളിലെല്ലാം ഈച്ച, മുകളിലൊരു ഈച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പെട്ടിയിൽ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഇപ്പോഴും തേനുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ തേൻ ഇപ്പോഴും നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് തേനുണ്ട്. അതായത് നമുക്കത് ഇനി ഇതിൻ്റെ അകത്ത് തിരിച്ചിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എടുത്തിട്ട് ഉള്ള തേൻ എടുത്ത് അവർക്ക് തിരിച്ച് ഫീഡായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ല ഒരുപാട് തേനുണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. എന്തായാലും അവർക്ക് ഇനി അടുത്ത ആഴ്ച മുതലെല്ലാം നമ്മൾ ഫീഡ് കൊടുക്കണം. തേന് നല്ലതുപോലെ തേനുണ്ട്. അവർ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് മഴ സമയത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉണ്ടോ? നല്ലപോലെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് 4 അടയാണുള്ളത്. എന്തായാലും നമ്മൾ സൂപ്പർ മാറ്റിയേ പറ്റൂ. ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റത്തില്ല. ഇതിലൊക്കെ നല്ല രീതിയിൽ അവർ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ? നല്ല വെയിറ്റ് ഉണ്ട്. രണ്ട് സൈഡും നല്ലതുപോലെ അവർ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറി കൃഷി ഉള്ളത് കൊണ്ട് എപ്പോഴും പൂക്കളുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇത്രയും തേൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അതേസമയം റബ്ബറിനെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ ഇപ്പോഴും തേൻ ഒത്തിരിയും കാണാൻ സാധ്യതയില്ല. ഇപ്പോൾ എന്തായാലും എനിക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വൃത്തിയാക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലൊരു തേൻ അന്ന് കിട്ടിയായിരുന്നു. ഇത് നമുക്ക് തിരിച്ച് അവർക്ക് ഈ തേൻ അവർക്ക് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് വൃത്തിയാക്കിയിട്ട് അവർക്ക് ഇത് തന്നെ കൊടുക്കാം. കുറച്ച് നാളായി നമ്മൾ തുറക്കാതിരുന്നുകൊണ്ട് അവർ എല്ലാം തിരിച്ചെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ ഇത് നേരത്തെ തന്നെ സൂപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും മഴയൊക്കെ ആയിരുന്നു, കുറച്ച് സമയക്കുറവൊക്കെ ഉള്ളത് കൊണ്ടാണ് എടുക്കാതിരുന്നത്. കണ്ടോ? അവർ തിരിച്ച് മറിച്ചൊക്കെ കെട്ടി. ഇതെല്ലാം ഫുള്ള് തേനാണ് കേട്ടോ. അതുകൊണ്ട് എക്സ്ട്രാ ഒരു
അടവിടെ അവർ എക്സ്ട്രാ ഒരട ഇതിൻ്റെ അകത്ത് കെട്ടി അതിലും തേൻ ശേഖരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ സൂപ്പർ എടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ അതിലും തേൻ ഉണ്ടാകുമായിരുന്നു. കണ്ടോ, ഇത് ഫുള്ള് തേനാണ്. നാലടയിലും കണ്ടോ ഫുള്ളായിട്ട് തേനുണ്ടായിരുന്നു. ഇനി എന്തായാലും നമുക്ക് സൂപ്പർ ഒഴിവാക്കാം. തേനിരിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല രീതിയിൽ അവർക്ക് കഴിക്കാനുള്ള തേനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉടൻ തന്നെ ഫീഡ് കൊടുത്തില്ലെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടൊന്നുമല്ല. മാത്രമല്ല ഇപ്പോൾ ഇവിടെ കണ്ടോ പൂക്കൾ ഇപ്പോഴും തന്നെ നിറയെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ തേൻ അവരിപ്പോഴും കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ പെട്ടിയിൽ ഇത്രത്തോളം തേൻ ഉണ്ടായത്. കണ്ടോ ഈ ഭാഗത്തൊക്കെ കണ്ടോ എല്ലാത്തിനും. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ പപ്പായ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. റബ്ബർ ഇല്ലെങ്കിൽ പോലും നമുക്ക്, റബ്ബറിൻ്റെ പൂക്കൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് എപ്പോഴും നമ്മുടെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തേനീച്ചപ്പെട്ടി വെച്ചാലുള്ളൊരു ഗുണമാണ് നമുക്ക് നല്ല രീതിയിലുള്ള തേൻ കിട്ടും. അപ്പോൾ പച്ചക്കറി തോട്ടത്തിൽ, എൻ്റെ തോട്ടത്തിലെല്ലാം ഞാനിപ്പോൾ ഫുള്ളായിട്ട് തേനീച്ചപ്പെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ ഈച്ചയുടെ എണ്ണം കണ്ടോ, നല്ല രീതിയിൽ ഗ്രോത്തും ഉണ്ട് ഈച്ചയ്ക്ക്. കണ്ടോ തേനിപ്പോഴും ഇരിക്കുന്നുണ്ട്. എല്ലാ അടയിലും ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് തേൻ. അപ്പോൾ താഴോട്ടൊന്നും നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറുത്ത അടയൊക്കെ പിന്നീട് നമുക്ക് വെട്ടി കളഞ്ഞാൽ മതി. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് അടച്ചങ്ങ് വെക്കാം. ഇനി അടുത്ത ആഴ്ച നമുക്ക് ഫീഡ് കൊടുക്കണം. ഫീഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ മഴയൊക്കെ, വലിയ മഴയൊക്കെ ആണെങ്കിൽ പിന്നെ ആ അവസ്ഥ നമുക്കറിയില്ല. എന്തായാലും നമുക്കപ്പോൾ ഫീഡ് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്കിനി അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. വേറെ ഒന്നും ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും ഇതിന് ഫീഡ് കൊടുക്കുന്ന സമയത്ത് ബാക്കി വൃത്തിയാക്കിയൊക്കെ ചെയ്യാം. തൽക്കാലം നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് കെട്ടി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പെട്ടിയിൽ നമുക്ക് കിട്ടിയ തേനാണ്. കണ്ടോ, എങ്ങനെയായാലും ഇതിൻ്റെ അകത്ത് 2 കിലോ തേൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുമായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.